അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അതിൻ്റെ അധികാരികളും അതുപോലെ തന്നെ അതിലുള്ള ഒരു പിന്നെ ലീഗിലുള്ളവരുണ്ട്, അതിലുണ്ട്, ഒക്കെ തിരിച്ചുമറിച്ചൊക്കെ ഉണ്ട്. അത് അതിൻ്റെ തലത്തിൽ ചർച്ച ചെയ്യട്ടെ. അതിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ അത് കൊണ്ടു വോട്ടെടുപ്പിൻ്റെ ദിവസം അത് നടത്തുന്നില്ല. എന്തായാലും ശരി, ആ പരസ്യം പിന്നെ BJPയെ ജയിപ്പിക്കാനുള്ളതായിരുന്നു. അത് ഇടതുപക്ഷമാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും അത് വളരെ മോശമായിപ്പോയി. ഇത് അതുള്ളപ്പോഴല്ലേ പിന്നെ ഈ വിമർശനത്തിന് ശേഷം ഉള്ളപ്പോഴുമാണല്ലോ തങ്ങള് പിന്നെ ബിഷപ്പ്മാരുമായിട്ടും ഒക്കെ അഭിവന്യ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയത്. ഒന്നുകൂടി ഉഷാറാവുള്ളൂ. കാരണം അതായത് പിന്നെ ഈ കേരളത്തില് സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ സഹകരിക്കുന്നില്ലല്ലോ. എന്നല്ല നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന പിന്നെ പ്രാധാന്യം അതല്ലേ. സാദിഖ് അലി തങ്ങളുടെ നീക്കം പ്രത്യാശയുടെ മുനമ്പത്ത് കേരളം എന്നല്ലേ. കേരളം പ്രത്യാശയുടെ മുനമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രമുഖ പത്രം കൊടുത്ത ഹെഡിങ്ങാണ്. കുറെ പത്രങ്ങൾ മീഡിയയെല്ലാം കൊടുത്തതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രത്യാശ കുറവുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും സാമുദായികമായ ചേരിതിരിവ് വരുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്നെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് വാസ്തവത്തിൽ അതിന് സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാരുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നല്ലേ സാദിഖ് അലി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി കഴിഞ്ഞതിന് ശേഷം സർക്കാർ ചർച്ച വെക്കട്ടെ, സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, സഹകരിക്കാനുള്ള ഫോർമുല നമുക്ക് കണ്ടെത്താം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വാർത്താമാധ്യമങ്ങളൊക്കെ ഇത് ഒരു പ്രത്യാശയുടെ മൂവാണ് എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ വിഷയവും പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ തങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ചർച്ചയാക്കിയത്. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു. പക്ഷേ ആ ഉദ്ദേശം നിറവേറൂല. കേരളത്തിൽ UDF ബൈ ഇലക്ഷനിൽ പാലക്കാട് UDF ജയിക്കും. ഏതാ ഞാൻ പറയാ അത് സ്വീകരിക്കുന്നത് നല്ലതായിരുന്നു ആരെങ്കിലും പറയും. ഞാനായിട്ടല്ല, ഈ ലോകത്താരെങ്കിലും പറയും. അത് പിന്നെ അവരെന്നെ പറഞ്ഞില്ലേ, സമസ്ത തന്നെ പറഞ്ഞല്ലോ. അല്ല, അവര് പറഞ്ഞത് സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന സമസ്തയുടെ അഭിപ്രായമല്ല എന്നുള്ളതാണ്. ഇതിനു മുൻപും സുപ്രഭാതം പത്രത്തിൽ LDFന്റെ പരസ്യം വരുന്നുണ്ട്. ഇപ്പൊ മുനമ്പ വിഷയത്തിലാണെങ്കിൽ മറ്റൊരു അഭിപ്രായം എഡിറ്റോറിയൽ പേജിൽ അച്ചടിച്ചു വരുന്നു. ഇതിനു മുൻപും സമസ്തയും ലീഗും തമ്മിൽ ക്ലാഷ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള എഡിറ്റോറിയൽ പേജിൽ വാർത്തകൾ വരുന്നു. നേരത്തെയും സമവായ ശ്രമത്തിന് ശ്രമിച്ചിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വിജയിക്കാതെ പത്രത്തിൽ വരുന്നതൊക്കെ സമസ്തന്റെ അഭിപ്രായമല്ല എന്നുള്ളത് ഞാനല്ലല്ലോ പറഞ്ഞത്, സമസ്തയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞതല്ലേ. പിന്നെ നിങ്ങൾ വാർത്താമാധ്യമങ്ങളൊക്കെ പത്രത്തിൽ ഒരു വാർത്ത വരുമ്പോഴേക്ക് സമസ്തയും ലീഗും എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ സൂക്ഷ്മതയില്ലാതെ പിന്നെ അത് പ്രയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സമസ്ത അതിൻ്റെതായ സമിതിന്റെ മുസാവറുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, അവരതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അഭിപ്രായം അല്ലാന്ന്. അത് സമസ്തയും ലീഗും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അടിക്കടി ഇന്നലെ ഇപ്പോൾ വൈകുന്നേരങ്ങൾ കവർ ചെയ്തതല്ലേ. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പരിപാടി, സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചുള്ള പരിപാടി നിങ്ങൾ ഇന്നലെ കവർ ചെയ്തല്ലേ. സുപ്രഭാതത്തിന്റെ പത്രാധിപരാണ് അവിടെ ഇരുന്നിരുന്നത്, അതിന്റെ സഹാബുദ്ദീൻ കുര്യൻ. അപ്പൊ അത് ആരും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഈ സോഷ്യൽ മീഡിയന്റെയും കാലത്ത് ഓരോ വാർത്ത വരുമ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അതൊക്കെ നമുക്ക് ഈ പോളിംഗ് ദിവസം അല്ലാത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോ ചർച്ച ചെയ്യാൻ ഞാനില്ല. ശരിയായ തുടർ ഫോളോ അപ്പുകൾ ഉണ്ടാവും. അതിന് ഈ ഇലക്ഷൻ ഡേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. മുനമ്പം പ്രശ്നം കേരളത്തിൽ സാമുദായികമായ ചേരിവ് ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു വിഷയമാണ്. അതിന് സൊല്യൂഷൻ അല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല.
ഐ വാഷിങ്ങിന് വേണ്ടി പോയി കാണുക, വിസിറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അത് സോൾവ് ചെയ്യുക തന്നെ വേണം. അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ കഴിയാത്ത കോംപ്ലിക്കേഷൻ ഒന്നും അതിലില്ല. ഒരേ ഒരു കോംപ്ലിക്കേഷനാണുള്ളത്. അതിൽ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് അധികാരികൾ ഒരു ഗവൺമെന്റ് ഓർഡർ ആവശ്യമുള്ള കാര്യമാണ്. ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അവർ ചെയ്യാൻ ഒന്ന് തയ്യാറായി തന്നാൽ മതി. ഞങ്ങൾ മിഞ്ഞാന്ന് കൂടിയ ബിഷപ്പ്മാരും ഞങ്ങളും ഒക്കെ ആയി നടത്തിയ ചർച്ചയിൽ അതാണ് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞത്. പ്രശ്നം തീരും എന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് പറയാൻ കാരണം അതാണ്. സർക്കാർ ഇനിയും അത് നീട്ടിക്കൊണ്ടുപോയി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഈഗോം പ്രസ്റ്റീജ് ഒന്നും പാടില്ല. ആ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം സർക്കാർ വിളിച്ച് ചർച്ച ചെയ്താൽ അപ്പം തീരും. വയനാട്ടിൽ 3 വാർഡുകളിൽ മാത്രമാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. നാളെ ഒഴിച്ചു വീഴുന്നത് അങ്ങനെയാണ് അവർ കേരളത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അവരിങ്ങനെ ഒലിച്ചു പോകുന്നത്. അവർ കേരളത്തിൽ എത്ര കാലായി നോക്കുന്നു. അപൂർവമായിട്ട് ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ജയിച്ചു, അത് പിന്നെ പോയി. അവിടെ സീറ്റ് ജയിച്ചല്ലോ, പിന്നെ അത് പോയി. അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, പിന്നെ പ്രാതിനിധ്യം ഇല്ലാതായി. കുറേ കാലം കഴിഞ്ഞ് തൃശ്ശൂർ ഇപ്പോൾ ഒരു പ്രാതിനിധ്യം കിട്ടിയതാണ്. ഈ വക വർത്താനം പറഞ്ഞാൽ അതും കൂടി അങ്ങ് ഒലിച്ചു പോയിക്കോളും, അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. കേന്ദ്രം ഈ സഹായം നൽകുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള കണക്കുകൾ, പദ്ധതികൾ സംസ്ഥാനം നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഭാഗത്ത് പിഴവ് വന്നായിട്ട് കരുതുന്നത് അല്ല. സംസ്ഥാന ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റിന് ഈ ആനുകൂല്യം നേടിയെടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണല്ലോ. കേരള ഗവൺമെന്റ് കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ അവകാശമല്ലേ. അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, അത് വസ്തുതയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നെഗറ്റീവ് സ്റ്റാൻഡ് ഒരു വശത്തുണ്ട്. അതേ അവസരം കേരള ഗവൺമെന്റിന്റെ ഒരു അലംഭാവം അതും ഇതിന് കാരണമാണ്. സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് ഇതിപ്പോ നേടിയെടുത്തിട്ടുണ്ടാവുമായിരുന്നു. വിഷയത്തിൽ ഒരുപാട് സാധ്യതകളുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്ന പ്രശ്നങ്ങളിലേക്ക് അതേസമയത്ത് തന്നെ സംസ്ഥാന നേതാക്കളുടെ ചില ഭാഗത്തുനിന്നെങ്കിലും അത് വസഭൂമിയാണെന്നും അവരെ ഭൂമികളേക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന തരത്തിലുള്ള മറ്റൊരു വാദവും സജീവമാക്കി നിർത്തുകയാണ്. അത് ആ രീതിയിൽ ചർച്ചയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ സമസ്തയൊന്നും പറഞ്ഞിട്ടില്ല. അത് ആ രീതിയിൽ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾ പറയുന്ന ഓരോ വർത്തമാനങ്ങളാണ്. അല്ല, അതെ നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ പറയാവുന്ന ഒരു ചർച്ചയല്ല അത്. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇല്ല അദ്ദേഹം അതിനൊക്കെ വളരെ സുസ്മേരവാദനായിട്ടാണ് നേരിടുന്നത്. മാത്രമല്ല, ആ വിമർശനങ്ങൾ ഉള്ളപ്പോഴല്ലേ അദ്ദേഹം മുനമ്പം മൂവ് നടത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ്. ഇന്നിപ്പോൾ പിന്നെ അദ്ദേഹമുള്ള വേദി എന്ന് പറയുന്നത് ക്ലീമിക്സ് തിരുമേനുണ്ട്, ശിവഗിരി ക്ഷേത്രത്തിലെ പിന്നെ അധിപനുണ്ട്, അതുപോലെ തന്നെ തങ്ങളുണ്ട്. എപ്പോഴും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. CCC എന്ന് പറഞ്ഞ കോഓപ്പറേഷൻ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവുണ്ട് എറണാകുളത്ത്. കുറേ പിന്നെ സാമുദായിക സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം കൂടി നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണത്. ഗൾഫാർ മുഹമ്മദ് അലി തുടങ്ങി അവരൊക്കെ കൂടിയുള്ള ഒരു മൂവാണ്. സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവർ പുതുതായിട്ട് കെട്ടിപ്പടുത്തതാണ്. അതിൽ ഒരുപാട് പിതാക്കന്മാരുണ്ട്. യൂറോ മലബാർ സഭയുടെ പ്രതിനിധികൾ, ലത്തീൻ ബിഷപ്പ്മാർ, അവരൊക്കെ ഉണ്ട്. കേരളം ശ്രദ്ധിക്കേണ്ട ഒരു സംഘടനയാണത്. CCC, കോഓപ്പറേഷൻ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ പിന്നെ സംഘടനയുടെ വളരെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഇന്ന് VJT ഹാളിൽ നടക്കുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിന് അങ്ങോട്ട് പോയി. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉണ്ടോ ഇത് നോക്കിയിരിക്കാൻ നേരം? അദ്ദേഹം അടുത്ത പിന്നെ സാമുദായിക സഭാത്തിന്റെ വേദിയിൽ ക്ലീമിക്സ് തിരുമേനിയും പിന്നെ അതേപോലെ തന്നെ ശിവഗിരി മഠാധിപതി അവരും പിന്നെ ഒക്കെ ആയിട്ട് വേദി പങ്കിടാൻ വേണ്ടി പോയി. ഇതിനിടയിൽ പലപ്പോഴും
അന്ന് ലീഗ് സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ യാതൊരു കലാപമില്ലാതെ പ്രത്യേകിച്ച് മലപ്പുറം കലാപം നിന്നത് ലീഗും പാലക്കാട് മൂന്നിൽ ചേർന്ന ഒരു നിലപാട് തന്നെയാണ് ലീഗ് നേതാക്കളുടെ പലതവണ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും 25 വർഷത്തിന് ശേഷം അത് തന്നെ വീണ്ടും പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ രാജ്യത്തിന് വേണ്ടി ശിഹാബ് തങ്ങൾ ഒരു വർത്താനം പറഞ്ഞപ്പോ ശരിയാണ്. ഞങ്ങള് ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ ഗുരുവായൂരൊക്കെ പരാജയപ്പെട്ടു. അന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, സാമുദായിക സൗഹാർദ്ദത്തിന് കോട്ട ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വിജയം വേണ്ട, പരാജയപ്പെട്ടോട്ടെ, പിന്നെ വിജയം വന്നോളും എന്നാണ് അന്ന് തങ്ങൾ പറഞ്ഞത്. ആ ലീഗ് തന്നെയാണല്ലോ ഇവരെ തോൽപ്പിച്ചിട്ട് 10-21 MLA-മാരും 5 മന്ത്രിമാരും ഒക്കെ ആയി പിന്നെ തിരിച്ചു വന്നത്. കേരളം കണ്ടല്ലോ. ഞങ്ങളൊരു ഇഞ്ച് താഴോട്ട് പോയിട്ടില്ലല്ലോ. ഞങ്ങള് MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, മന്ത്രിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, പാർലമെന്റ് മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഔദ്യോഗിക ചിഹ്നത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് ലോക്സഭയിൽ 3 ആളുണ്ട്, രാജ്യസഭയിൽ 2 ആളും. ഞങ്ങൾക്ക് വളർച്ചയാണ്. CPM അവരെ കാര്യം ആലോചിക്കണം. അവർക്കിപ്പോ DMK-യും കോൺഗ്രസും ഒക്കെ കനിയാതിരുന്നാല് പാർലമെന്റിൽ എത്ര ആളുണ്ടാവും? രാധാകൃഷ്ണൻ തന്നെ ഉണ്ടാവുള്ളൂ. ബാബരി വിഷയം പറയുമ്പോൾ സുധാകരൻ പറയുന്നത് രാംഭവന്റെ കാലത്തുള്ള വിഷയം വീണ്ടും കുത്തിയേറുന്നു, അങ്ങനെയൊക്കെ ലളിതമായിട്ടൊക്കെ പറഞ്ഞു പോകാം. അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസിന് അങ്ങനെ നിലപാടില്ല. ബാബരി മസ്ജിദ് വിഷയമായാലും മറ്റേത് വിഷയമായാലും മതേതര കാര്യത്തിൽ കോൺഗ്രസിന് നല്ല നിലപാടുണ്ട്. പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ നേതാവൊക്കെ വന്നപ്പോഴാണ് ഇപ്പോ ഇന്ത്യയിൽ മതേതര നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് തോന്നിയത്. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ BJP-യുടെ ഒരു തേർവാഴ്ച തടയാൻ കഴിയുന്ന സംഘടന, ആദ്യത്തെ സംഘടന കോൺഗ്രസ് തന്നെയാണ്. പിന്നെ മറ്റു പാർട്ടികളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഓക്കെ.